സിനിമ ടെലിവിഷൻ താരമാണ് ടിനി ടോം. ടിനി ടോം സ്റ്റേജ് ഷോകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ടിനി ടോമിൻ്റെ സ്റ്റേജ് പരിപാടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങൾ ടിനി ടോമിന് കേൾക്കാറുണ്ട്. പുതിയ മിമിക്രി താരങ്ങൾ അതിഗംഭീരമായിട്ട് പല നടന്മാരുടെയും ശബ്ദം അനുകരിക്കുമ്പോൾ ടിനി ടോമിൻ്റെ അത്രയും വന്നിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ ഓരോ പോസ്റ്റിന് താഴെയും നിങ്ങൾക്ക് കാണാം. അതൊന്നും നേരായ രീതിയിൽ ഇടുന്നതല്ല, ട്രോളായും സട്ടയറുമായിട്ടാണ് ഈ കമൻറ്റുകളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആരെന്ത് പരിപാടി അവതരിപ്പിച്ചാലും ടിനി ടോമിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ വരും. അത് മിമിക്രിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും എന്നുള്ള അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ടിനി ടോമിൻ്റെ ഇപ്പോൾ ഒരു സ്റ്റേജ് പരിപാടി വൈറലാവുകയാണ്. എമ്പുരാനായിട്ട്, അതായത് ഖുറേഷി അബ്രാമായിട്ട് ടിനി ടോം സ്റ്റേജിൽ വിളയാടുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വരുന്നത്. ഒരു കോട്ടും ജാക്കറ്റും ഇട്ട് ലാലേട്ടൻ്റെ അതേ രൂപം അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ടിനി ടോം. എന്തു തന്നെയായാലും ജപ്പാനിലാണ് ടിനി ടോം ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത്. ജപ്പാനിലെ മലയാളികളുടെ ആഘോഷവേദിയിലാണ് ടിനി ടോം അബ്രാം ഖുറേഷിയായിട്ട് വന്നത്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാണ്. അവിടെ ചുറ്റും കൂടിയിരുന്ന കാണികൾ എല്ലാവരും കൈയടിച്ചാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴേക്കും ആളുകൾ അവരുടെ തനി സ്വഭാവം കാണിച്ചു. ടിനി ടോം എന്താണ് ഉദ്ദേശിച്ചത്, കറക്റ്റ് ടിനി ടോം എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ പുറത്തു വന്നു. പക്ഷേ ടിനി ടോം തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് താഴെ കമൻ്റായിട്ട് വന്നു, തോൽക്കാൻ മനസ്സില്ല എന്നതായിരുന്നു ആ കമൻറ്റ്. എന്തായാലും ടിനി ടോം ഈ വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ വിമർശനങ്ങളൊക്കെ കേട്ടാൽ പോലും അദ്ദേഹത്തിന് തോൽക്കാൻ മനസ്സില്ല. അദ്ദേഹം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നൊരു സാഹചര്യവുമുണ്ട്. ടിനി ടോം ആദ്യമായിട്ടൊന്നുമല്ല വിമർശനങ്ങൾ കേൾക്കുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് ടിനി ടോം ഈ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. ഒന്ന്, ഈ ബോഡി ചേഞ്ച്, അതായത് ഈ ആർട്ടിസ്റ്റുകളുടെ ബോഡി ആക്കി മാറ്റുക എന്ന് ചെയ്യുന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ടിനി ടോം ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭ്രമയുഗം എന്ന സിനിമയുടെ സ്പൂഫ് എന്ന രീതിയിൽ ടിനി ടോം മമ്മൂട്ടിയായിട്ട്, അതായത് ചാത്തനായിട്ട് എത്തിയിരുന്നു. മമ്മൂട്ടിയുടെ മുന്നിൽ വെച്ചാണ് ചെയ്തത്. മമ്മൂട്ടിക്ക് ആ പരിപാടി ഒട്ടും ഇഷ്ടമാവുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാവുന്ന ചില സ്റ്റിൽസ് പുറത്തു വന്നിരുന്നു. അത് വെച്ചിട്ടും ടിനി ടോമിന് കുറേയധികം ട്രോളുകളുമായി ബന്ധപ്പെട്ടും വന്നിട്ടുണ്ട്. ഈ അബ്രാം ഖുറേഷിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജപ്പാനിൽ നടക്കുന്ന പരിപാടിക്ക് മുൻപ് ടിനി ടോം ഇതേപോലെ അബ്രാം ഖുറേഷിയെ ചെയ്തിരുന്നു. ആ വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെയും ആളുകൾ ഇതുപോലെ കമൻറ്റുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്ത് തന്നെയായാലും ടിനി ടോമിൻ്റെ കഴിവിനെ അളക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആളുകൾ അവരുടെ അഭിപ്രായം പറയും. സോഷ്യൽ മീഡിയയാണ്, അത് ആർക്കും വേദന ഉണ്ടാക്കാത്ത രീതിയിൽ പറയണമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ ട്രോളുകൾ, സട്ടയറുകൾ ആ രീതിയിൽ തന്നെ ആളുകൾ പുറത്തു പറയുമ്പോഴേക്കും അത് ട്രോളായിട്ട് തന്നെ കാണുമെന്നാണ് വിശ്വസിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ട്രോളുകളോട് നിറപുഞ്ചിരിയോടാണ് തന്നെയാണ് ടിനി ടോം പ്രതികരിക്കുന്നത്. തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞൊരു ചിരിക്കുന്ന ഇമോജിയും കൂടി അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ വൈറലാകുന്നു, ടിനി ടോമിൻ്റെ കമൻറ്റ് വൈറലാവുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ടിനി ടോമിൻ്റെ വീഡിയോ വൈറലാവും. കാരണം ആളുകൾ അത്രയധികം ഈ വീഡിയോകളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും എൻ്റർടൈനറായ ടിനി ടോം അദ്ദേഹം മിമിക്രിയിൽ 100% ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അദ്ദേഹം പുറത്തുവിടുന്ന വീഡിയോ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ആളുകൾ ഇത് കാണുന്നുണ്ട്, റീഷെയർ ചെയ്യുന്നുണ്ട്, ഇതനുസരിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ അവരുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് കിട്ടുന്നുമുണ്ട്. എന്തായാലും അതിൻ്റെ ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ജപ്പാനിൽ നടന്ന ഈ സംഭവം. എമ്പുരാൻ എന്ന ഖുറേഷി അബ്രഹാമായിട്ട് ടിനി ടോം എത്തുന്നൊരു പശ്ചാത്തലത്തിലും സംസാര വിഷയമാകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.